ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ CPM അവരുടെ ഭരണനേട്ടത്തെ കുറിച്ച് എന്താ പറയാത്തത്? അവർക്കറിയാം ഭരണനേട്ടമല്ല വിഷയം. സിദ്ധാർത്ഥന്റെ മരണം വലിയ വിഷയമാണ്, പെൻഷന്റെ കാര്യം വലിയ വിഷയമാണ്, മാസപ്പടി വലിയ വിഷയമാണ്, ഒരുപാട് കാര്യങ്ങളുടെ റേഷൻ കടകളിലത്തെ പ്രശ്നങ്ങൾ വലിയ വിഷയമാണ്, വയനാട്ടിലത്തെയും ഇടുക്കിയിലെയും വന്യമൃഗശല്യം വലിയ വിഷയമാണ്. ഇതൊക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് മുഖ്യമായ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ വിഷയങ്ങൾ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ഏത് സ്ഥാനാർത്ഥിക്കാണോ മുൻതൂക്കമുള്ളത് അവരുടെ ശ്രദ്ധ തിരിക്കാനാണ്. അങ്ങനെ ശ്രദ്ധ തിരിക്കുന്ന ഒരു 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 ഘട്ടം ഉണ്ടായിരുന്നു 2019 കോൺഗ്രസിന് അബദ്ധം പറ്റിയത്. കാരണം BJP ഒരു അജണ്ട നിശ്ചയിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു, അതിന് മറുപടി പറയാൻ പോയി കോൺഗ്രസ്. പിന്നെ അവർ തീരുമാനിച്ചു അത് വേണ്ട, ആ മറുപടി ഒന്നും വേണ്ട, കോൺഗ്രസിന് ചില നയങ്ങൾ പ്രഖ്യാപിക്കുക. അങ്ങനെയാണ് കർണാടകത്തിൽ ആദ്യം പരീക്ഷിച്ചു 5 നാലെണ്ണം കഴിഞ്ഞ 3 മാസം മുമ്പ് നടപ്പാക്കിയ അവസാനത്തെ സ്കോളർഷിപ്പ് കാര്യം നടപ്പാക്കിയത് എനിക്ക് അറിയില്ല. എന്തായാലും ബാക്കി 4 നടപ്പാക്കി. തെലങ്കാന നടപ്പാക്കി, ഹിമാചലിലെ അവിടുത്തെ പെൻഷൻ കാര്യമായിരുന്നു അത് നടപ്പാക്കി. ഹിമാചലിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി പറയണം ശ്രീമാൻ. കേട്ടില്ല. അതിനുശേഷവും ചില നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ നടന്നിരുന്നു. ഞാൻ പറയാണ് വളരെ ചർച്ചയുടെ അവസാന 5 മിനിറ്റിലേക്ക് കടക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നത് ശരിയാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ജയാപജയങ്ങളാണ്. ഇപ്പൊ മധ്യപ്രദേശത്ത് കഴിഞ്ഞ ടൈമില് കമൽനാഥാണ് ജയിച്ചു വന്നത്, പക്ഷെ ഭരിച്ചത് BJP അല്ലേ. അതിന്റെ കാരണം എന്താണ്? പിന്നെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BJPയുടെ ഭയവും അവരുടെ ആ ഒരു ആദ്യത്തെ താങ്കൾ മുന്നോട്ട് വെച്ച വാദഗതി ഏറെക്കുറെ മനസ്സിലാക്കിയതിന് വളരെ വേഗം ശ്രീ പത്മനാഭൻ മറുപടി വേണം. ഞാൻ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നില്ല, സമയക്കുറവുകൊണ്ട് മാത്രം അവസാനം 1 മിനിറ്റിലേക്ക് കടക്കുകയാണ്. വളരെ വേഗം താങ്കൾ മറുപടി. അല്ല, ഇത് എന്താ അറിയോ, കോൺഗ്രസ്സുകാര് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. ഛത്തീസ്ഗഡിലെ അഭിപ്രായ വോട്ടെടുപ്പ് താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ അർണബ് ഗോസ്വാമി വരെ പറഞ്ഞു BJP തോൽക്കും, കോൺഗ്രസ് അധികാരം നിലനിർത്തും. അമിത്ഷാ പറഞ്ഞു ഞങ്ങളും അധിക ഭരണം പിടിച്ചെടുക്കുന്നുണ്ട്. വോട്ടെണ്ണി 8:30 മണിക്ക് വോട്ടെണ്ണി ഫലസൂചനകൾ വന്നു തുടങ്ങി. 9:30 മണിയായപ്പോൾ ഏതാണ്ട് ഒപ്പത്തിനൊപ്പമായി. അപ്പോഴും രമേശ് ചെന്നിത്തല, ഛത്തീസ്ഗഡിന്റെ ചുമതലയുള്ള രമേശ് ചെന്നിത്തല പറഞ്ഞത് ഞങ്ങൾ വരും എന്നാണ്. അവസാനം BJP വന്നു. BJP കൃത്യമായ പ്ലാനിങ്, സംഘടനാ സംവിധാനം, മെഷീനറി, പദ്ധതികൾ, പരിപാടികള് കൃത്യമായി പ്രവർത്തിക്കുക. കോൺഗ്രസ്സുകാരെ അവിടെ പല സ്ഥലത്തും എന്താ ചെയ്യുന്നത് അവർക്ക് തന്നെ അറിയില്ല. രാഹുൽ ഗാന്ധി എവിടെയും പോകുന്നില്ല. അദ്ദേഹം ഇന്ന് ഗുലാബ് ജാമും മൈസൂർ പാക്കും നിന്ന് നടക്കുകയാണ്. അദ്ദേഹം ഈസ് ഗോയിങ് നോവർ. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ 2 ദിവസം വന്ന് പോകുന്നല്ലാണ്ട് ഒരു വലിയ റാലി അഭിസംബോധന ചെയ്ത് ഒന്നുമില്ല. എന്നിട്ട് ജയിക്കും എന്ന് പറയുക. എന്തെങ്കിലുമൊക്കെ അടിസ്ഥാനം പറയാൻ വേണ്ട ഇതിനൊക്കെ പറയുന്നത്. സീറ്റുകളുടെ എണ്ണം കാണിച്ചിട്ട് 2 സർവേ വന്നു, ടൈംസ് നൗവിന്റെയും ഇന്ത്യ TVയുടെയും. 388 ഒരു കൂട്ടർ പറഞ്ഞത്, 398 വേറൊരു കൂട്ടർ പറഞ്ഞത്. ഒരു കൂട്ടർ BJPക്ക് 330-ലധികം സീറ്റും, ഒരു കൂട്ടർ 340 കടക്കും എന്ന് വരെ പറഞ്ഞു. ഇതൊക്കെ ഇവർക്ക് ചില സന്തോഷത്തിന് വേണ്ടി, എന്താ പറയാ, സ്വയം ആത്മനിർവൃത്തിക്ക് വേണ്ടി ഇതൊക്കെ പറയാന്നേ ഉള്ളൂ. പക്ഷെ ഈ രാജ്യത്ത് ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ അബ്കി ബാർ 400 പാർ, 400 കടക്കാനുള്ള എല്ലാ സാഹചര്യവും ഒത്തുവന്ന് ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് പോവുകയാണ്. അതിനെ എതിർക്കാൻ ഒരു മര്യാദയ്ക്കുള്ള ഒരു മുന്നണി പോലും ഉണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പച്ച പരമാർത്ഥം.